ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ന് നൽകാൻ പ്രതിപക്ഷ തീരുമാനം. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചു. ശരത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ജനാധിപത്യ രീതിയിലുള്ള പ്രവൃത്തികൾ അവകാശം അംഗങ്ങൾക്ക് നൽകുന്നില്ല എന്നതാണ് അവിശ്വാസ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണം. സ്പീക്കർ പ്രതിപക്ഷ നേതാവിന് പോലും സമയം അനുവദിക്കുന്നില്ല. അതായത് റൂളിംഗിൽ പക്ഷഭേദം കാണിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിൽ ചേർന്ന യോഗത്തിൽ, ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് സർക്കാരിനല്ല സ്പീക്കർക്കെതിരെയാണ് അവിശ്വാസം വേണ്ടത് എന്ന നിർദ്ദേശം ഉയർന്നത്. ഇതനുസരിച്ചാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസം അവതരിപ്പിക്കാനും അവിശ്വാസ നോട്ടീസ് നൽകാനും പ്രതിപക്ഷം ഒന്നടക്കം തീരുമാനിച്ചത്. ഇടതുപക്ഷ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാരിനെതിരെ അവിശ്വാസം നൽകുന്നതിനെക്കാട്ടും നല്ലത് സ്പീക്കറാണ് അനുമതി നൽകാത്തത് എന്നൊരു അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. അതനുസരിച്ചാണ് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യം തീരുമാനം. ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം അതിനുശേഷം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലും രാഹുൽ ഗാന്ധി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് തന്നെ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള എംപിമാർ ഒപ്പിട്ടുകൊണ്ട് സ്പീക്കറിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു പ്രമേയത്തിന് അനുമതി നൽകുന്നത്, അല്ലെങ്കിൽ അവതരണാനുമതി നൽകുന്നത്. ഇത് ആദ്യമായിട്ടാണ് സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസം വരുന്നത് ഈ മോദി സർക്കാരിന്റെ കീഴിൽ എന്ന് പറയേണ്ടി വരും. ഹർഷൻ.